ഈ ലോക്ക്ഡൗൺ പീരീഡിൽ നിങ്ങൾക്ക് വളരെ എളുപ്പം വീട്ടിൽ ചെയ്യാവുന്ന വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ലൂസനിങ് സെഷൻ നെക്ക് എക്സസൈസും പ്രാണായാമയും നമുക്കിന്ന് നോക്കാം. In today's yoga lesson, I would like you to start with Sukshma Vyayama. യോഗയിൽ ഒട്ടും ചെറുതല്ലാത്ത സ്ഥാനമുള്ള സൂക്ഷ്മ വ്യായാമ അല്ലെങ്കിൽ ലൂസനിങ് എക്സസൈസ് എങ്ങനെ ചെയ്യുന്നു എന്ന് നോക്കാം. ഈ സൂക്ഷ്മ വ്യായാമ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ലൂസനിങ് സീരീസിൽ വരുന്ന എക്സസൈസസ് ആണ്. യോഗയിൽ വരുന്ന യോഗയിൽ വരുന്ന ശരീരത്തിന് എക്സസൈസ് കൊടുക്കുന്ന ഒരു സീരീസ് ഓഫ് പ്രൊസീജിയേഴ്സ് ആണ്. വളരെ ഈസി ആയിട്ടുള്ള ടെക്നിക്സ് തന്നെയാണ് സൂക്ഷ്മ വ്യായാമയിൽ ഉള്ളത്. എന്നാൽ ഈ ലൂസനിങ് എക്സസൈസ് നമ്മൾക്ക് എത്ര അഡ്വാൻസ് സീരീസ് ഓഫ് ആസനാസിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ടും നമ്മുടെ ശരീരത്തിനെ എക്സസൈസ് അല്ലെങ്കിൽ ഒരു ആസനാസ് ചെയ്യുന്ന ഒരു മൂഡിലേക്ക് ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു എക്വിലിബ്രിയത്തിലേക്ക് കൊണ്ടുവരാൻ ഏറ്റവും നല്ലൊരു മീഡിയമാണ് ലൂസനിങ് എക്സസൈസ്. യോഗ നമുക്ക് വെർച്വൽ മീഡിയയിൽ പഠിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. കാരണം ഇവിടെ കസ്റ്റമൈസേഷൻ എന്ന് പറയുന്നത് അത്രമാത്രം പോസിബിൾ അല്ല. പക്ഷേ അതിൻ്റെ ലിമിറ്റേഷൻസ് മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ ക്ലയൻസിൻ്റെയും എൻ്റെ വെൽവിഷേഴ്സിൻ്റെയും എല്ലാവരുടെയും റിക്വസ്റ്റിനനുസരിച്ച് അവരുടെ നിർദ്ദേശപ്രകാരം അവരുടെ റിക്വസ്റ്റിനനുസരിച്ചാണ് നമ്മളിത് ഈ ഒരു സീരീസ് സ്കെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ദെൻ വിൽ വർക്ക് ഇറ്റ് അക്കോർഡിംഗ്ലി. നിങ്ങൾ എൻ്റെ കൂടെ ചെയ്യാൻ റെഡി ആണെന്ന് അസ്യൂം ചെയ്യുന്നു. സോ ലെറ്റ്സ് ഡു ഇറ്റ്. Neck exercise 5 counts. First neck exercise 5 counts. Breathe in. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു. പതുക്കെ കഴുത്ത് പുറകോട്ട്, തല പുറകോട്ട്. ശ്വാസം വിട്ടുകൊണ്ട് മെല്ലെ മുന്നിലേക്ക്. So that your chin touches your chest region. നമ്മുടെ താടി നേരെ ചെസ്റ്റിലേക്ക് കൊണ്ടുവരിക. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് മെല്ലെ ബാക്കിലേക്ക്. Keep on breathing out and slowly take your head forward. Breathe in, take your head back. Breathe out and slowly bring it forward. Breathe in and take your head back. Breathe out and bring it forward. Breathe in and take your head back. ശ്വാസം വിട്ടുകൊണ്ട് വേണം പുറകോട്ട് തല കൊണ്ടുപോകാൻ. അതുപോലെ ശ്വാസം വിട്ടുകൊണ്ട് മുന്നിലേക്ക്. Breathe in, take your head back. Breathe out and bring it down. ഒരു എക്സസൈസ് കഴിഞ്ഞതിന് ശേഷം what you need to do is നമ്മൾ മനസ്സിൽ 5 മുതൽ 1 വരെ എണ്ണാം. ഞാൻ പറയുകയാണ് കുറച്ച് നേരം റിലാക്സ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിനൊരു വ്യക്തത വരുന്നില്ല. സോ ലെറ്റ്സ് കൗണ്ട് ഇൻ യുവർ മൈൻഡ് ഫ്രം 5 to 1. 5 4 3 2 1 എന്നല്ല എണ്ണേണ്ടത്. 5 4 3 2 1. And take 1 deep breathing. ദീർഘശ്വാസം ഒരു പ്രാവശ്യം എടുക്കുക. Now let's get into the second neck exercise. അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ശ്വാസം വിട്ടുകൊണ്ട് മെല്ലെ പതുക്കെ നമ്മുടെ തല തോളിലേക്ക് ചരിക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് നേരെ കൊണ്ടുവരുന്നു. ശ്വാസം വിട്ടുകൊണ്ട് take it to opposite side. Again breathe in and bring it to normal. ഇരുവശത്തേക്കുമായിട്ട് നമ്മൾ കഴുത്ത് തല ചലിപ്പിക്കുകയാണ്. ശ്വാസം വിട്ടുകൊണ്ടാണ്
നമ്മൾ താഴേക്ക് പോകുന്നത്. ശ്വാസം എടുത്തുകൊണ്ടാണ് നേരെ വരുന്നത്. വീണ്ടും ശ്വാസം വിട്ട് സൈഡിലേക്ക്, ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് നേരെ. So that means one round. Shall we do it? Please. Breathe out. ശ്വാസം വിടുന്നു, തല സൈഡിലേക്ക്. ശ്വാസം എടുത്ത് നേരെ. ശ്വാസം വിട്ട് തല സൈഡിലേക്ക്. ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് നേരെ. So that means one round. ഇനി രണ്ടാമത്തെ റൗണ്ട്. Breathe out and take your head to sides. Breathe in and come to normal position. Breathe out and take to sides. ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് നേരെ. That completes the second round. And now the third round. Breathe out and take your head to sides. Breathe in, come to normal position. ശ്വാസം വിട്ടുകൊണ്ട് സൈഡിലേക്ക്. ശ്വാസം എടുത്ത് നേരെ. വീണ്ടും ശ്വാസം വിട്ടുകൊണ്ട് സൈഡിലേക്ക്. ശ്വാസം എടുത്തുകൊണ്ട് നേരെ. ശ്വാസം വിട്ടുകൊണ്ട് സൈഡിലേക്ക്. ശ്വാസം എടുത്തുകൊണ്ട് നേരെ. ശ്വാസം വിട്ടുകൊണ്ട് സൈഡിലേക്ക്. ശ്വാസം എടുത്തുകൊണ്ട് നേരെ. Breathe out and take your head to sides. Breathe in and come to normal position. Be in that position. Count in your mind from 5 to 1. 5, 4, 3, 2, 1. And 1 deep breathing. ഒരു പ്രാവശ്യം ഡീപ് ബ്രീതിങ്. രണ്ടാമത്തെ എക്സസൈസും കംപ്ലീറ്റ് ആയി. ഇനി മൂന്നാമത്തെ എക്സസൈസ്. ശ്വാസം വിട്ടുകൊണ്ട് തല ബാക്കിലേക്ക് കൊണ്ടുപോകുന്നു. തിരിഞ്ഞു നോക്കുന്നത് പോലെ. ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് നേരെ. ശ്വാസം വിട്ടുകൊണ്ട് തല ബാക്കിലേക്ക്. Slowly breathe in, and while breathing in, you're taking your head to normal position. See, neck exercise complete അല്ലെങ്കിൽ ഇതിനി ക്ലാസ് മുന്നോട്ട് പോകുന്നതിനോടൊപ്പം ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. എനിക്ക് ഡീപ് ബ്രീതിങ് ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നൊരു ഫീലിംഗ് ഉണ്ടെങ്കിൽ അതിന് ഒരു എളുപ്പമാർഗം പറഞ്ഞു തരാം. ഓൾവേസ് ബ്രീത്ത് ഔട്ട് വൺസ് യു ആർ ഗോയിങ് ടുവേർഡ്സ് എ ഗ്രാവിറ്റി. അതായത് നമ്മൾ തല കുമ്പിടുമ്പോൾ അല്ലെങ്കിൽ ഉയർത്തി വെച്ച കൈ താഴ്ത്തുന്ന സമയത്ത് എല്ലാം നമ്മുടെ ഭൂമിയുടെ അടുത്തേക്ക് നമ്മളുടെ ബോഡി പാർട്സ് മൂവ് ചെയ്യുമ്പം ശരീരം കൊണ്ടുപോകുമ്പോഴത്തേക്കും മോസ്റ്റ്ലി നമ്മൾ ചെയ്യേണ്ടത് ശ്വാസം വിട്ടുകൊണ്ടാണ് പോകേണ്ടത്. ഓക്കെ, അതുപോലെ when you're taking your body against the gravity, എർത്തിന്റെ ഗ്രാവിറ്റിയുടെ അഗേൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഭൂമിയുടെ നേരെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലേക്ക് കൈകൾ ഉയർത്തുക അല്ലെങ്കിൽ കഴുത്ത് ബാക്കിലേക്ക് ആക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ്. So what we need to do is breathe in. Breathe in once you take your head away from the ground, and always breathe out once you're taking your head, hands, whatever, once you're bending forward. ഈ സമയത്തൊക്കെ നമ്മൾ ശ്വാസം വിടണം. Okay, this is a basic rule. സോ ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഒരു കൺഫ്യൂഷൻ ചിലപ്പോൾ ഉണ്ടാവും, ഇത് ഓർത്തിരിക്കുമോ എന്നുള്ളത്. സോ ഇത് നിങ്ങൾക്ക് തെറ്റാതെ നിങ്ങൾക്കിത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇതുവരെ 2 എക്സസൈസ് ആണ് നോക്കിയത്. ആദ്യം ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ്, അതുപോലെ സൈഡ് വൈസ് നോക്കി. ഇപ്പം നമ്മൾ നോക്കുന്നത് ടേണിംഗ് എന്ന് പറയുന്ന നെക്ക് എക്സസൈസ് ആണ്. അഗെയിൻ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ബാക്ക് വെക്കുക. വി ഷുഡ് സിറ്റ് സ്ട്രെയിറ്റ്. And then hands in mudra, and we need to turn back, breathe out. Coming to normal is always breathe in, breathe out, because we are deviating from the normal, and coming to normal is breathe in. So that makes 1 round. See, even കണ്ണടച്ച് തന്നെ നെക്ക് എക്സസൈസ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. എസ്പെഷ്യലി if you're having giddiness, വറ്റായിക ഒക്കെ ഉള്ള ആൾക്കാർ, തലകർക്കൊക്കെ തലചുറ്റിലൊക്കെ ഉള്ള ആൾക്കാർ, then I suggest കണ്ണ് തുറന്നിട്ട് ചെയ്യാം. ഓക്കെ, കണ്ണ് തുറന്നിട്ട് നമുക്കിത് പ്രാക്ടീസ് ചെയ്യാം.
ഫോർ ദ ടൈം ബീയിങ് നിങ്ങളത് യൂസ്ഡ് ടു ആയിട്ട് വരുമ്പോഴത്തേക്കും ഏറ്റവും ഐഡിയൽ കണ്ണടച്ച് ചെയ്യുക എന്നുള്ളതാണ്. ബിക്കോസ് നമ്മൾ അവിടെ വേറെ എക്സ്റ്റേണൽ ഒന്നും തന്നെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. വി ജസ്റ്റ് കോൺസെൻട്രേറ്റിംഗ് ഓൺ അവർ സെൽഫ് അല്ലേ. അപ്പം നമ്മൾ കണ്ണടച്ച് ചെയ്യുന്നതാണ് കൂടുതൽ കോൺസെൻട്രേഷൻ, എസ്പെഷ്യലി ഫോർ ബിഗിനേഴ്സിനാണെങ്കിലും ആസ് ലോങ് ആസ് യു ആർ കംഫർട്ടബിൾ വിത്ത് ദ സറൗണ്ടിങ്സ് കണ്ണടച്ച് ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം. സോ ലെറ്റ്സ് ഡു ദ സെക്കൻഡ് റൗണ്ട്. ബ്രീത്ത് ഔട്ട്, ശ്വാസം വിട്ട് തല ബാക്കിലേക്ക് കൊണ്ടുപോകുന്നു. ബ്രീത്ത് ഇൻ ആൻഡ് കം ടു നോർമൽ. Breathe out and take your head back. Breathe in and take it to normal. Third round. Breathe out and take your head back. Breathe in and come to normal position. ശ്വാസം വിട്ടുകൊണ്ട് ബാക്കിലേക്ക്, ശ്വാസം ഉള്ളിലേക്ക് എടുത്ത നേരെ, ശ്വാസം വിട്ടുകൊണ്ട് ബാക്കിലേക്ക്, ഉള്ളിലേക്ക് എടുത്ത നേരെ, ശ്വാസം വിട്ടുകൊണ്ട് ബാക്കിലേക്ക്, ഉള്ളിലേക്ക് എടുത്ത നേരെ, ശ്വാസം വിട്ടുകൊണ്ട് ബാക്കിലേക്ക്, ഉള്ളിലേക്ക് എടുത്ത നേരെ. ബ്രീത്ത് ഔട്ട് ആൻഡ് ടേക്ക് യുവർ ഹെഡ് ടു ബാക്ക്. ബ്രീത്ത് ഇൻ ആൻഡ് കം ടു നോർമൽ പൊസിഷൻ. ഒരു കാര്യവും കൂടെ പറഞ്ഞോട്ടെ, നമ്മൾ നെക്ക് എക്സസൈസ് ചെയ്യുമ്പോൾ എപ്പോഴും കോൺഷ്യസ് ആയിരിക്കണം ദാറ്റ് വി ഷുഡ് നോട്ട് മേക്ക് ജേർക്സ്. നമ്മളിങ്ങനെ കഴുത്തിങ്ങനെ വെട്ടിച്ചിട്ട് സഡൻ ആയിട്ടുള്ള മൂവ്മെന്റ്സ് ഡെഫിനറ്റ്ലി എത്ര ഹെൽത്തി ആണെങ്കിലും അത് ഒഴിവാക്കേണ്ടത് തന്നെയാണ്. ലൂസനിങ് എക്സസൈസ് എന്ന് മാത്രമല്ല, യോഗയിലുള്ള ആസന എന്ന ആ വലിയ ഒരു ബ്രാഞ്ചിന് അതിൻ്റെ the beauty of asanas is that it comes with rhythm. Breathing exercise, breathing patternോട് കൂടെ ഒരു rhythmത്തിലാണ്. നിങ്ങൾ ഡാൻസ് ചെയ്യുന്നവരെ കണ്ടിട്ടില്ലേ, വളരെ ഗ്രേസ്ഫുൾ ആയിട്ടുള്ള മൂവ്മെന്റ്സ് ആണ്. ഇത് നമ്മൾ ജസ്റ്റ് വളരെ സ്ലോ ആയിട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ ഒരു ക്രൈറ്റീരിയ. നമ്മൾ ഒരിക്കലും ജെർക്കോട് കൂടെ നെക്ക് എക്സസൈസ് ചെയ്യരുത്. അത് ഡെഫിനറ്റ്ലി മറ്റു പല കോംപ്ലിക്കേഷൻസിലേക്കും കൊണ്ടുപോകും എന്ന് മാത്രമല്ല, നമുക്കറിയാം കഴുത്തൊരു സെൻസിറ്റീവ് ഏരിയ ആണ്. ഇറ്റ്സ് ഗോട്ട് 3 triangles. അപ്പം നമ്മൾ കഴുത്തിൽ വളരെ പതുക്കെ വേണം ഇത് ചെയ്യാനായിട്ട്. ഇനി ലാസ്റ്റ് 2 നെക്ക് എക്സസൈസസ് ഉണ്ട്. ദർ ആർ സം അതർ നെക്ക് എക്സസൈസസ് വിച്ച് ആർ സ്പെസിഫിക് ടു ഡിസീസ് കണ്ടീഷൻസ്. അത് ഇനിയുള്ള ഒരു സെഷൻസിലായിട്ട് നമുക്ക് ഡീൽ ചെയ്യാം. ഫോർ ദ ടൈം ബീയിങ് വി ഹാവ് ഡൺ ദ അപ്വേർഡ് ആൻഡ് ബാക്ക്വേർഡ്, റൈറ്റ്? Forward and backward, and then we have done the sidewise bending, and we have done the turning. So ee moonennu nammal padichu enna. Now what is left is neck rotation. So again, body back to straight position, and what you need to do is clock in direction la nammal neck ne rotate cheyan povana. സോ നിങ്ങളുടെ മുന്നിൽ ക്ലോക്ക് എങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്, ക്ലോക്കിൻ്റെ ഹാൻഡ്സ് അതിൻ്റെ സൂചി എങ്ങനെയാണ് കറങ്ങുന്നത്, അതേ രീതിയിൽ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. പ്ലീസ് ഡു ഇറ്റ്. ടേക്ക് യുവർ ഹെഡ് ആൻഡ് റൊട്ടേറ്റ് ഇൻ എ സർക്കുലർ മോഷൻ. സോ ദിസ് ഇസ് ദ റൊട്ടേഷൻ. ഇനി എങ്ങനെയാണ് ബ്രീതിങ് എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. എങ്ങനെയാണ് നമ്മൾ ബ്രീതിങ് ചെയ്യുന്നത്? ഓൾവേസ് ബ്രീത്ത് ഔട്ട് once you take your head towards the gravity, and breathe in once you take your head away from the gravity. That is, breathe out, ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക്. Breathe in, slowly take your head upwards and then rotate slowly. Breathing out, breathing in, breathing out, breathing in, breathing out, breathing in, breathing out, and breathing in. So after the clockwise neck rotation, I would like you to take a short relaxation. Count in your mind from 5 to 1. 5 മുതൽ 1 വരെ മനസ്സിൽ കണ്ണുകൾ അടച്ച് എണ്ണുക. 5, 4, 3, 2, 1. ഇനി എന്താ ചെയ്യേണ്ടത്? ഒരു പ്രാവശ്യം നമുക്ക് ഡീപ് ബ്രീതിങ് എടുക്കാം. Alright? Now let's go to the last neck exercise. അതെന്താണ്? ആന്റി ക്ലോക്ക് വൈസ് നെക്ക് റൊട്ടേഷൻ.
As the name suggests, ക്ലോക്കിന്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ്. ക്ലോക്കിന്റെ സൂചികളുടെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലേക്ക് നമ്മൾ തല കൊണ്ടുപോവുകയാണ്. Breathe out and slowly rotate. Breathe in and take your head up. Breathe out. Breathe in. Breathe out. Breathe in. ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? Breathe out. Breathe in. Breathe out. Breathe in. Breathe out. Breathe in. Now, be in normal posture. Make sure your spine is erect. Back straight ആണെന്ന് ഉറപ്പുവരുത്തുന്നു. എന്നിട്ട് കണ്ണുകൾ അടച്ച് we are counting back from 5 to 1. 5, 4, 3, 2, 1. And yes, 1 deep breathing. Please do it along with me. എന്നോടൊപ്പം ചെയ്യൂ. So നമ്മൾ നെക്ക് എക്സസൈസ് കംപ്ലീറ്റ് ചെയ്തു അല്ലേ? സോ ഒരു സെഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എന്താണ് ചെയ്യേണ്ടത്? കൈകൾ നമസ്കാര മുദ്രയിലേക്ക് കൊണ്ടുവന്ന് rub your hands, make cup of your hands, then slowly place it over your eyes. Make sure the inside of your palm, see this area is not touching your eyes, okay? നമ്മുടെ കൈ എടുത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ആൾക്കാർ ഇങ്ങനെ പാമിങ് ചെയ്യുന്നത്. അത് ചിലപ്പം തെറ്റായ അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻസ് കറക്റ്റായിട്ട് കിട്ടാത്തതോ അല്ലെങ്കിൽ ബുക്കിൽ വായിച്ച് പഠിച്ചത് എങ്ങനെയാണെന്ന് അറിയില്ല. ചിലപ്പോൾ ആ ഇൻസ്ട്രക്ഷൻസ് കറക്റ്റായിട്ട് മനസ്സിലാവാത്തത് കൊണ്ടായിരിക്കും പാമിങ് ചെയ്യുന്നത്. കൈകൾ നന്നായിട്ട് റബ്ബ് ചെയ്യുന്നു, ഇങ്ങനെ മുഖത്തേക്ക് ഇങ്ങനെ കൈ വെച്ചിട്ട് മുഖത്തേക്ക് വെച്ച് അങ്ങനെ കൈ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഒരിക്കലും അങ്ങനെ ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, യോഗ എന്ന് പറയുന്നത് അത് അതിൻ്റെതായ പേസിൽ സ്ലോ ആയിട്ട് തന്നെ ചെയ്യാനുള്ളതാണ്. CTFMന്റെ കേരള സ്റ്റേറ്റ് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ നടത്തുന്ന ട്രെയിനിങ് പ്രോഗ്രാം ഫോർ ദി ഗവൺമെന്റ് എംപ്ലോയീസിന് ചെയ്യുന്ന പ്രോഗ്രാമിൽ വെനബർ ഐ ഗോ ഓഫീസ് യോഗയും ക്യാൻസർ അവയർനെസ് ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷെ അവിടെ ഓഫീസ് യോഗ അതുപോലെ ടെക്നോ പാർക്കിൽ ക്ലാസ്സസ് വർക്ക്ഷോപ്സ് ചെയ്യുമ്പോഴത്തേക്കും ഡെഫിനറ്റ്ലി അവിടെ ചെയർ യോഗ, ഓഫീസ് യോഗ ഇതൊക്കെ ചെയ്യാറുണ്ട്. ബട്ട് വൺസ് യു ആർ inside your home, if you have the freedom to sit on the ground on a mat, or if you have the comforts of a home and if you're sitting on a couch, നിങ്ങളുടെ സോഫയിൽ ഇരുന്നിട്ടോ ചെയറിൽ ഇരുന്നിട്ടോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് അതിന് സമയമുണ്ടായെങ്കിൽ യോഗ എപ്പോഴും അതിൻ്റെ സ്ലോ പേസിൽ ചെയ്യുന്നതാണ് നല്ലത്. ഇനിയുള്ള സെഷൻസിൽ ഇത്രയും ഇൻഫർമേഷൻസ് ഇടയ്ക്കിടയ്ക്ക് ആ പ്രാക്ടീസിന് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് പറയേണ്ടി വരില്ല. ബട്ട് യൂഷ്വലി ഇതൊരു ഇനീഷ്യൽ ക്ലാസ്സിൽ, കാരണം ഇഫ് യു ആർ ബിഗിനേഴ്സ്, ഐ അസ്യൂം ദറ്റ് മോസ്റ്റ് ഓഫ് യു ആർ ബിഗിനേഴ്സ് ടു യോഗ, അങ്ങനെയാണ് എങ്കിൽ ഡെഫിനറ്റ്ലി ഇത്തരം ഒരു ഇൻസ്ട്രക്ഷൻസ്, കാരണം തെറ്റ് ചെയ്ത് ശീലിക്കുന്നത് ഒട്ടും ഐഡിയൽ ആയിട്ടുള്ള കാര്യമല്ലല്ലോ. സോ തെറ്റ് ചെയ്യാതെ നമുക്ക് ഓരോരോ സീരീസ് ആയിട്ട് കവർ ചെയ്യാം എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഇത്ര ബേസിക് ലെസൺസ് നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. സോ പാമിങ് എങ്ങനെ ചെയ്യാം? കൈകൾ നന്നായിട്ട് റബ് ചെയ്യുന്നു, എന്നിട്ട് കപ്പ് ഷേപ്പിലാണ് ഉണ്ടല്ലേ, കപ്പിന്റെ ഷേപ്പിൽ നമ്മളിങ്ങനെ വി ആർ ജസ്റ്റ് കപ്പിംഗ് അവർ ഹാൻഡ്സ്, അങ്ങനെ വെച്ചിട്ട് വി ആർ ജസ്റ്റ് പ്ലേസിംഗ് ഇറ്റ് ഓവർ അവർ ഐസ്. സോ ആൻഡ് വി മേക്ക് ഷുവർ ദാറ്റ് our eyes are not directly touching our palms, the inside of the palm. So we are placing like this and slowly we are taking it away and keep it on our lap. Then what you should do is slowly open our eyes. How should we open? Slowly open my eyes. Now I can see my lap, I can see my mat, the floor, and slowly I take my gaze to a horizontal point on the wall and I'm just gazing there. കണ്ണുകൾ പതുക്കെ തുറന്ന്
മെല്ലെ ആദ്യം മടിയിലേക്ക്, മാറ്റിലേക്ക്, ടൈൽസിലേക്ക്, പിന്നെ നേരെ ചുമരില്ല. ഞാൻ അസ്യൂം ചെയ്യണം അവിടെ ഒരു കറുത്ത ഒരു ചെറിയ സ്പോട്ട് ഉണ്ട്, ഒരു ചെറിയൊരു മൈന്യൂട്ട് ഒരു പോയിന്റ് ഉണ്ടെന്ന് ഞാൻ അസ്യൂം ചെയ്യുന്നു. ഞാനിങ്ങനെ വിചാരിക്കുകയാണ് അവിടെ ഒരു സ്പോട്ട് ഉണ്ടെന്ന്. എന്നിട്ട് കണ്ണ് ചിമ്മാതെ അവിടെ തന്നെ നോക്കിയിരുന്നിട്ട് 5, 4, 3, 2, 1 എന്ന് എണ്ണി. സോ ദിസ് ഇസ് ദ വേ ടു ഡു. ഇങ്ങനെയാണ് നമ്മൾ നെക്ക് എക്സസൈസ് ചെയ്യേണ്ടത്. ഞാനൊരു നക്ഷലൊന്ന് ഇപ്പം നിങ്ങൾക്ക് എന്തൊക്കെ പഠിച്ചു എന്നൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഇപ്പം മൊത്തം നമ്മളൊന്ന് നോക്കി, ബട്ട് ഒന്ന് വൈൻഡപ്പ് ചെയ്ത് പറയാം എന്തൊക്കെയാണ് എക്സസൈസ് എന്നുള്ളത്. ഫസ്റ്റ് വി നീഡ് ടു സിറ്റ് ഇൻ എ വെരി കംഫർട്ടബിൾ പോസ്ചർ. സ്പൈൻ ഷുഡ് ബി ഇറക്റ്റ്. എന്നിട്ടോ ആദ്യത്തെ എക്സസൈസ്, ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു, തല ബാക്കിലേക്ക് കൊണ്ടുപോകുന്നു, ശ്വാസം വിടുന്നു, തല ഫ്രണ്ടിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ നമ്മൾ 5 പ്രാവശ്യം ചെയ്തു. 5 മുതൽ 1 വരെ മനസ്സിൽ എണ്ണി 1 പ്രാവശ്യം ഡീപ് ബ്രീതിങ് എടുത്തു. രണ്ടാമത്തെ എക്സസൈസ് ഏതായിരുന്നു? ഓർത്തു നോക്കൂ, നമുക്കും നമ്മുടെ ബ്രെയിനിനും ഒരു എക്സസൈസ് ആണ്. രണ്ടാമത്തെ എക്സസൈസ് എന്തായിരുന്നു? യെസ്, കറക്റ്റ്. ദാറ്റ് വാസ് ദ സൈഡ് വൈസ് ബെൻഡിങ് അല്ലേ? ശ്വാസം വിട്ട് സൈഡിലേക്ക്, ശ്വാസം ഉള്ളിലേക്ക് എടുത്ത നേരെ, ശ്വാസം വിട്ട സൈഡിലേക്ക്, ഉള്ളിലേക്ക് എടുത്ത നേരെ. ഈ എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു there can be a tendency that we try to നമുക്ക് കഴുത്ത് അത്ര ഫ്ലെക്സിബിൾ അല്ല എങ്കിലും നമ്മുടെ കഴുത്തിനിങ്ങനെ സ്ട്രെയിൻ ചെയ്യിച്ച് നമ്മുടെ തോളിലേക്ക് കൊണ്ടുവരാൻ ഒരു ടെൻഡൻസി ഉണ്ട്. പക്ഷെ ദാറ്റ് ഈസ് നോട്ട് ഐഡിയൽ. അതേപോലെ തന്നെ ചിലർ മെല്ലെ തോള് റേസ് ചെയ്ത് ഇയർ ലോബ്സ് കാതിനടുത്തേക്ക് കൊണ്ടുപോകും. രണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല. വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ആസന? Asana is Sthiram Sukham Asana. What does it mean? Wherever you are comfortable and stable, that is asana. നിങ്ങൾ എവിടെയാണോ സ്റ്റേബിൾ ആയിട്ടുള്ളത്, എവിടെയാണോ കംഫർട്ടബിൾ ആയിട്ടുള്ളത്, ആ പൊസിഷനാണ് ആസന. ഓക്കെ, സോ ദ സെക്കൻഡ് എക്സസൈസ് was turning, was sidewise bending, and the third exercise was turning, right? So we are turning back. See, നമുക്ക് വേണമെങ്കിൽ കണ്ണ് തുറന്നു വെച്ച് ചെയ്യാം കേട്ടോ, by practice, but make sure that you are doing it in the with closed eyes. Breathe out, breathe in and come to normal. Breathe out, take your head back, breathe in and come to normal, right? 5 to 1 relaxation and 1 deep breathing. And then neck rotation, clockwise direction, again 5 to 1 relaxation and 1 deep breathing, then anti-clockwise neck rotation, 5 rounds, 5 to 1 relaxation and 1 deep breathing. Alright, so if you have a tendency for a double chin issues undengil, what I suggest is, if you do not have any spondylosis, spondylitis, angante issues onnu illa engil, then I suggest you can go for say 10 counts, 15 counts, 20 counts, but all the while you should make sure that it should be done in a slow and rhythmic manner. It's very, very, very important. You should do these exercises in a very slow and rhythmic manner, right? So we know how to do. These are the few exercises I've taught today. So the lessons are very easy, just the basics. In neck exercises, there are actually two more exercises are there. Actually, many more can be added. Adding a lot of friction to the neck, we can strengthen our neck muscles. Adokku cheyyam. But all of a sudden, if I'm giving you if I am taking you through all this exercise, then that will definitely bring in some confusion. So nammalku ippoഴും ഇത് പഠിക്കാം. ഇനി ഷോൾഡേഴ്സ് നമ്മൾ ഓരോരോ ഭാഗങ്ങളായിട്ട് നമ്മളിങ്ങനെ റിലാക്സ് ചെയ്ത് ലൂസൺ ചെയ്ത് കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ശരിക്കും ദ അൾട്ടിമേറ്റ് എന്താ പറയുക ബിഗിനർ സീരീസ് ഓഫ് ആസനാസിലേക്ക് കയറുന്നത് തന്നെ. സോ ഇത് ഫസ്റ്റ് സ്റ്റേജ് ആണ്, നെക്ക് എക്സസൈസ് ആണ് ലൂസണിങ്ങിന്റെ ഏറ്റവും ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഇന്ന് പ്രാക്ടീസ് ചെയ്തത്. ഹോപ്പ്ഫുള്ളി നിങ്ങൾ എൻ്റെ കൂടെ ഇപ്പൊ ആദ്യത്തെ ഒരു റൗണ്ട് നിങ്ങളെല്ലാം ഒബ്സർവ് ചെയ്തിട്ട് സെക്കൻഡ് റൗണ്ട് ഒന്നുകൂടെ പ്ലേ ചെയ്തിട്ട് ഇഫ് യു ആർ ഡൂയിങ് ഇറ്റ് അലോങ് വിത്ത് മീ, ഡു ഇറ്റ്. ഇത് ഇത്രയല്ലേ ഉള്ളൂ നെക്ക് എക്സസൈസ്, അപ്പ് ആൻഡ് ഡൗൺ, സൈഡ് വൈസ്, ടേണിങ് എന്നൊക്കെ പറഞ്ഞാലും ദീസ് കൗണ്ട്സ്.
ഇത് ചെയ്തിട്ട് വേണം then we have to move on to the next one. So hopefully you'll all practice this and stay healthy. Thank you.